ഹലോ ഗൈസ്, നമസ്കാരം. രാഹുൽ ടെക് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പേ ലൈറ്റർ ആപ്ലിക്കേഷനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ലക്ഷത്തോളം വ്യൂസ് കിട്ടിയ ആ ഒരു ആപ്ലിക്കേഷൻസ്. പക്ഷെ അത് എങ്ങനെയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ നിന്ന് ക്രെഡിറ്റ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയവരുണ്ട്. 10,000 കിട്ടിയവരുണ്ട്, 5,000 കിട്ടിയവരുണ്ട്, അങ്ങനെ 25,000 കിട്ടിയവരുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാവർക്കും വിത്തൗട്ട് പാൻ കാർഡ് തന്നെ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിയവരാണ്. പക്ഷെ ഈ എമൗണ്ട് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെ എങ്ങനെ അത് ബാങ്കിലോട്ട് വിത്ഡ്രോ ചെയ്യണം എന്ന് അറിയാണ്ട് നിൽക്കുന്നവരായിരിക്കും പലരും. അപ്പൊ അതിനെപ്പറ്റി കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ അതിന്റെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, അവിടുത്തെ കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഈ ഒരു വീഡിയോ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് അവർ മറുപടി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് അത് ബാങ്കിലോട്ട് വിത്ഡ്രോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ നിന്ന് ക്യാഷ് എടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഞാനല്ല, ആ വോയിസ് ക്ലിപ്പിൽ നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ പുതിയ പുതിയ വീഡിയോസുകൾ കാണാൻ വേണ്ടി എൻ്റെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാനലിൽ നിന്നായിരുന്നു നിങ്ങളെ ഈ ഫിൻബെറ്റ് പേ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2 lakh വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു സാറിന്. ചോദിച്ചോളൂ. ഓക്കെ, ഇത് കുറച്ച് കമന്റ്സിൽ വന്ന ചോദ്യങ്ങളാണ്, അപ്പോൾ എനിക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അത് RBI അങ്ങനെ അപ്രൂവ്ഡ് അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, അത് പേഴ്സണൽ ലോൺ ചെയ്യുന്നവർക്ക് മാത്രമേ RBIയുടെ അപ്രൂവൽ മതി. നോർമലി പേ ലേറ്റേഴ്സ് അത് കൺസ്യൂമർ ഡ്യൂറബിളിലോ അല്ലെന്നുണ്ടെങ്കിൽ സർവീസിലോ ചെയ്യുന്നവർക്ക് RBIയുടെ അപ്രൂവൽ വേണ്ട. നോർമലി നമുക്ക് NPCIയുടെ അപ്രൂവൽ മാത്രം മതി. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ മാത്രം മതി. അത് ഈ ECSന്റെയും ചെക്കിന്റെ ഒക്കെ ചാനൽ ക്ലിയർ ചെയ്യുന്നതിന്. ഈ ഒരു നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് എമൗണ്ട് അത് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ? ഇപ്പൊ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് എമൗണ്ട് ഇത് നോർമലി ഒരു ഫിസിക്കൽ ക്രെഡിറ്റ് കാർഡിന് തുല്യമാണ്. മറ്റേതൊരു കാർഡ് ഉണ്ടാവും, ഇവിടെ കാർഡില്ല, പകരം നമ്മളുടെ വാലറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫിൻബെറ്റ് പേയുടെ QR ഉണ്ടാവും, QR സ്റ്റാൻഡ് ഉണ്ടാവും. അതിലേക്ക് QR പേ എന്ന് പറയുന്ന ഓപ്ഷൻ വഴി QR സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാം. അത് ഇൻസ്റ്റന്റ് ആണ്. നമ്മൾ സ്കാൻ ചെയ്യുന്ന ടൈമിൽ തന്നെ മെർച്ചന്റിന്റെ അക്കൗണ്ടിലേക്ക് കയറും, അവർ ആ പ്രൊഡക്റ്റ് നമുക്ക് തരും. ഈ QR യൂസ് ചെയ്യാൻ പറ്റുന്നത് 2,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷനാണ് QR യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ എന്ന് വെച്ചാൽ ചെറിയ ഇപ്പോൾ ഒരു ഹെഡ്സെറ്റ് വാങ്ങിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചാർജർ വാങ്ങിച്ചു, അപ്പോൾ ഇത് QR യൂസ് ചെയ്തിട്ട് ചെയ്യാം. അത് നോർമലി 30 days ആണ് ബില്ലിംഗ് പീരീഡ് വരുന്നത്. എല്ലാ മാസം 5-ാം തീയതിയാണ് ബില്ലിംഗ് പീരീഡ്, ഡ്യൂ ഡേറ്റ്. ഈ ഡ്യൂ ഡേറ്റിന് മുമ്പ് ആ പേയ്മെന്റ് ക്ലിയർ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോ ഡെബിറ്റ് ആയിട്ട് ഡ്യൂ ക്ലിയർ ആവും. ഓക്കെ, ഈ 2,000 രൂപയ്ക്ക് എബോവ് 2,000 ആണെന്നുണ്ടെങ്കിൽ പേ ബില്ലിനകത്ത് മെർച്ചന്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് മെർച്ചന്റ് ID ഉണ്ട്. FBM സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെർച്ചന്റ് ID ആ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ആ FBM സ്റ്റാർട്ട് ചെയ്ത മെർച്ചന്റ് IDക്ക് അതോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത് 9 മാസം വരെ എമൗണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിപ്പോ നമുക്ക് എല്ലാ മൊബൈലൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാ പാർട്ണർ ഷോപ്പില് ഫിൻബെറ്റ് പേയുടെ പാർട്ണർ മെർച്ചന്റ് ആയിട്ട് ഷോപ്പുകൾ രജിസ്റ്റർ ചെയ്തതുണ്ട്. അന്ന് നോർമലി നമുക്കിപ്പം എറണാകുളം, പാലക്കാട് വരെയൊക്കെയുണ്ട്. അങ്ങോട്ട് പാലക്കാടിന് അപ്പുറത്തോട്ട് ആയിട്ടില്ല. നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെ അടയ്ക്കാൻ തോന്നുന്നല്ലേ? ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാം. ഏത് ഓർഡർ ആണെന്നുണ്ടെങ്കിലും അതിന്റെ 1/3 ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും, DP ഉണ്ടാവും. DP റിക്വസ്റ്റ് ക്ലിയർ ചെയ്ത ടൈമിൽ തന്നെ ഇലക്ട്രിസിറ്റി ഇപ്പൊ ബിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആ ഒരു ബില്ലറുമായിട്ട് സെറ്റിൽ ആവും. നോർമലി നമ്മുടെ ഗൂഗിൾ പേ എന്നൊക്കെ ബില്ല് ചെയ്യുന്നതിന്റെ കൂട്ട് തന്നെ ബില്ലാവും. ഈ ബില്ലിനെല്ലാം 30 ദിവസമാണ് നമുക്ക് ആ ഒരു പീരീഡ് കിട്ടുന്നത്, ക്രെഡിറ്റ് പീരീഡ് കിട്ടുന്നത്. പർച്ചേസുകൾക്കെല്ലാം 9 മാസം വരെ EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ 25,000 ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട്. 25 എബോ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫറിന്റെ ലിമിറ്റ് എലിജിബിൾ ആയിരിക്കും. ക്യാഷ് ട്രാൻസ്ഫർ ലിമിറ്റ് വരുന്നത് നോർമലി 30 days ആണ് സെറ്റിൽമെന്റ് പീരീഡ് വരുന്നത്. ക്യാഷ് ട്രാൻസ്ഫർ ലിമിറ്റ് അത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. 30 days ക്യാഷ് ട്രാൻസ്ഫർ ലിമിറ്റ് കിട്ടും. അത് തിരിച്ച് റിട്ടേൺ ബില്ല് ചെയ്ത് ആ എമൗണ്ട് ക്ലിയർ ചെയ്യുക, ഡ്യൂ ക്ലിയർ ചെയ്യുക. അതിന് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇൻട്രസ്റ്റ് അല്ല, 3.5 ചാർജ് വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഇതിനും ഇൻട്രസ്റ്റ് വരുന്നില്ല. പകരം 3.5 ചാർജസ് ആണ് വരുന്നത്. ആ ചാർജസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നോർമലി 30 ഡേയ്സിനകത്ത് തന്നെ ബില്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 3.5 ആ എമൗണ്ട് ക്ലിയർ ആവും. അതല്ല എബോവ് 30 days പോവുകയാണെന്നുണ്ടെങ്കിൽ 3.5 ഓരോ ചെക്കിനും 3.5 വെച്ചിട്ട് ആഡ് ആവും. പിന്നെ ഇതിൽ നിന്ന് ചിലർക്ക് യൂസേഴ്സിന് ഈ ചെറിയൊരു ഈ മാൻഡേറ്റിന്റെ എമൗണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടു. ഈ മാൻഡേറ്റിന്റെ എമൗണ്ട് നമുക്കിപ്പോ നോർമലി ഈ മാൻഡേറ്റ്സ് വരുന്നത് 3 കാറ്റഗറിയിലാണ്. ഒന്ന് UPI മാൻഡേറ്റ്, ബജാജ് ഒക്കെ യൂസ് ചെയ്യുന്ന UPI മാൻഡേറ്റ്. UPI മാൻഡേറ്റിന് നമ്മൾ സൈൻ ചെയ്യുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ UPI റിട്ടേൺ ഈ മാൻഡേറ്റ് റിട്ടേണിനോ ചാർജുകൾ ബാങ്കുകൾക്ക് ചാർജുകളില്ല.
ഇ മാൻഡേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇ നാച്ച് നമ്മൾ സിഗ്നേച്ചർ നാച്ചുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇ സൈൻ ആധാർ വെച്ചിട്ടുള്ള ഇ സൈൻ മാൻഡേറ്റോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ചെയ്യുന്നതിന് അതാത് ബാങ്കുകൾക്ക് ഒരു ചാർജ് വരും. അതായത് മാൻഡേറ്റ് നമ്മൾ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് വെച്ച് സൈൻ ചെയ്യുന്നതിന് ഇപ്പൊ ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിൽ 118 രൂപ അക്കൗണ്ടിലുണ്ടെങ്കിൽ മാത്രമേ മാൻഡേറ്റ് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതേ കൂട്ട് തന്നെ അത് നമ്മൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ആ അക്കൗണ്ടിൽ ഉണ്ടാവണം ആ പേയ്മെന്റ് ബാങ്ക് ഓഫ് ബറോഡയ്ക്ക്. വേറെ ബാക്കിയുള്ള ബാങ്കുകൾക്ക് നമ്മൾ സൈൻ ചെയ്യുന്ന ടൈമിൽ ഇല്ലെങ്കിലും അവർ ആ മാൻഡേറ്റ് അക്സെപ്റ്റ് ചെയ്യും. പിന്നീട് നമ്മുടെ അക്കൗണ്ടിൽ എപ്പോൾ വരുന്നോ അപ്പൊ അവരത് ഡെബിറ്റ് ചെയ്യും. വൺ ടൈം ആണ്. നോർമലി നമുക്ക് അതിനകത്ത് മാൻഡേറ്റിന് ചാർജസ് ഇല്ല. അത് അതാത് ബാങ്കുകളുടെ ചാർജസ് ആ ടൈമിൽ ഇല്ലാതെ സൈൻ ചെയ്യുന്നതിന് ബാങ്ക് പിന്നീട് എപ്പോഴെങ്കിലും അക്കൗണ്ടിൽ വരുന്ന ടൈമിൽ അവരത് ഡെബിറ്റ് ചെയ്യുന്നതാണ്. ഈ നമുക്ക് വരുന്നത് ECS പോയിട്ട് ECS റിട്ടേൺസ് ഉണ്ടെങ്കിലും അതാത് ബാങ്കുകളുടെ ചാർജാണ് ECS റിട്ടേൺസിൽ അവർ പിടിക്കുന്നത്. അത് പെനാൽറ്റി ആണ്. ഇൻസഫിഷ്യന്റ് അക്കൗണ്ട് ബാലൻസിൽ അവർ ECS സൈൻ ചെയ്തതിനും ECS സബ്മിറ്റ് ചെയ്തതിനുമുള്ള പെനാൽറ്റി അതാത് ബാങ്കുകളാണ് കസ്റ്റമറിന് ഇടുന്നത്. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ, എവിടെ വിളിച്ചത്? ഇത് വയനാടാണ്. ഞാനൊരു രാഹുൽ ടെക് മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബിൽ. അപ്പൊ ഈ ഒരു വീഡിയോസ് ഒരു 2 ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കമന്റ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതിനെപ്പറ്റി ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നോർമലി ഇവര് ഒരുവിധപ്പെട്ട യൂസേഴ്സ് എല്ലാം കരുതുന്നത് ഇതൊരു പേഴ്സണൽ ലോൺ ആപ്പ് ആണെന്നാണ് കരുതുന്നത്. അപ്പൊ ഇവര് പേഴ്സണൽ ലോണിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് സൈൻ ചെയ്യും. ഇവര് ക്രെഡിറ്റ് ലിമിറ്റ് വരും. ആ ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇവര് നോർമലി പേ ബിൽ എന്നുള്ള ഓപ്ഷൻ കാണുമ്പോൾ ഇവര് കരുതി ഇവരുടെ ബില്ല് തിരിച്ചടയ്ക്കുന്നതിന്റെ ഓപ്ഷൻ ആണെന്നാണ് കരുതുന്നത്. പേ ബില്ലാണ് അതായത് സർവീസുകൾ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് കേട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്നുകൂടെ തന്നെ പറയാം, ഈ ഒരു ലിമിറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ 2 രീതിയിലാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ബിലോ 2000, അതായത് 2000 കുറവാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പാർട്ട്ണർ ആയിട്ടുള്ള മെർച്ചൻസ് വഴി 2000 രൂപയുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ പർച്ചേസ്, QR കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷൻ വഴി ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പം ആ എമൗണ്ട് തിരിച്ച് അടയ്ക്കുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ 2000 കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ അവിടെ മെർച്ചന്റ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് അവരുടെ മെർച്ചന്റ് ID കളക്ട് ചെയ്തിട്ട് അത് ത്രൂ നിങ്ങൾക്ക് ഈ ഫിൻബഡ് വഴി പേയ്മെന്റ് ചെയ്യാവുന്ന. അത് ഏകദേശം 9 മാസം വരെ നമുക്ക് EMI ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങളുടെ സംശയം കാര്യങ്ങളൊക്കെ അവരെ കസ്റ്റമർ സർവീസിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ് ചെയ്യുക. അപ്പം ക്രെഡിറ്റ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയവരാണെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.